നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ സവോള, ഒരു 4-5 പച്ചമുളക്, ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കാർഡമം, 2 സാദാ ഏലയ്ക്ക, ഒരു 4-5 കുരുമുളക്, 2 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, സവോള പച്ചമുളകൊക്കെ, അത് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞാനത് ഇപ്പോൾ ഇതാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ മടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഞാനത് ഓർമ്മിച്ചില്ല, ഈ പാനാണ് കേട്ടോ എടുത്തത്. കണ്ട, കുറച്ച് നടുക്കി പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മളിനി അടുത്ത തക്കാളി പേസ്റ്റ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴുത്ത 2 വലിയ തക്കാളി മിക്സിയിലേക്ക് ചേർത്ത് അരച്ച് കൊടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഈ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ടിത് ഒന്ന് ഫ്രൈ ആയി വരണം. ഈ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മണം വരണം. അതുവരെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി, പൊറോട്ട ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. വീണ്ടും തുറന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് സമയം ഇരുന്ന് നന്നായിട്ട് വെന്ത് വരാനുള്ളതാണല്ലോ, അതുകൊണ്ട് പച്ചവെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇത് വേവട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ തുറന്നിട്ട് ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. റെഡി ആയിട്ടില്ല. ഒന്നുകൂടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരാനുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വയ്ക്കാം.
അപ്പം നമുക്ക് കറുത്ത ഏലയ്ക്ക ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ അതിവിടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നത് കേട്ടോ. മാക്സിമം കിട്ടുന്നുണ്ട്, നമുക്ക് ഓൺലൈനൊക്കെ കിട്ടുന്നുണ്ട് ബ്ലാക്ക് കാർഡമം, എങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്കത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്നിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലം മണമാണ് കേട്ടോ കിച്ചണിലൊക്കെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലയുടേത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ചോട്ടെ മല്ലിയിലയുടെയൊക്കെ. അപ്പോൾ നല്ല കിടില രുചിയിൽ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക്